ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ പേര്, നിർമാല്യം എന്നാണ്. ഇത് ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ 4th ഫ്ലോറിലെ ഏറ്റവും ലാസ്റ്റിലത്തെ വീടാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഹാളിലേക്ക് കയറുന്നത്. പുതിയ വീടൊന്നുമല്ല കേട്ടോ, പഴയ വീടാണ്. ഈ ജനുവരി വന്നു കഴിഞ്ഞാൽ 8 വർഷമായി ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. പുതിയ വീടൊന്നുമല്ല. ഇതാണ് കയറുമ്പോൾ തന്നെ ഉള്ളത്. ഈ സൈഡിലാണ് സെറ്റിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ടി വി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഈ സ്ലൈഡ് ഡോറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഹാളിൽ അങ്ങനെ വലുതായിട്ടൊന്നും ടി വി വെക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലായിരുന്നില്ല. അപ്പോൾ സൈഡിൽ ഇൻറ്റീരിയർ ചെയ്തിട്ട് അവിടെയാണ് ടി വി വെച്ചത്. ഇതാണ് ഹാള്. ഇവിടെ സൈഡിലായിട്ട് ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഹാൾ അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹാൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഈ സൈഡിലായിട്ട് ഞങ്ങൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്തു. ഇതുപോലെ ചെറിയൊരു വാഷ് ബേസിൻ വാങ്ങിച്ചിട്ട് ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു റൂമുണ്ട് ഈ സൈഡിലേക്ക്. ഇത് മോൻ്റെ റൂമാണ്. അവ ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ പിന്നെ നിച്ചൂട്ടിയാണ് ഇവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചമൊക്കെയുള്ള നല്ല സൗകര്യമുള്ളൊരു റൂമാണ്. ഇതിപ്പോൾ 1 വർഷം മുന്നേ ഞങ്ങൾ കുറച്ച് ജോലിയൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ. ഈ ചുമരിലൊക്കെ മാറ്റ് ഫിനിഷ് ടൈൽസൊക്കെ ഒട്ടിച്ചു. മുന്നേയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് നനവ് പോലെയൊക്കെ വരുമായിരുന്നു ചുമരിൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ ഇളകി വരും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അലർജിയുടെ പ്രശ്നമൊക്കെ വരുമായിരുന്നു. ഈ തുമ്മലും ജലദോഷമൊക്കെ വരുമായിരുന്നു ഈ പൊടി ഇങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഈ ഒരു പ്രശ്നം നമുക്ക് ഫ്ലാറ്റിൽ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയപ്പം ഞങ്ങൾ ഈ മാറ്റ് ഫിനിഷ് ടൈൽസ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഇനി നമുക്ക് പൂജാ റൂമിലേക്ക് പോവാം. ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ പൂജാ റൂമൊന്നും ഉണ്ടായിരുന്നില്ല. പൂജാ റൂമിൻ്റെ സ്ഥലത്ത് കുറച്ചുകൂടെ വലിയൊരു ഹാളായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ചു കേട്ടോ, പണി നടക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് പൂജാ റൂമും ഒരു സ്റ്റോർ റൂമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരതുപോലെയൊക്കെ മാറ്റി തന്നു. അങ്ങനെയാണ് ഈ പൂജാ റൂം കിട്ടിയത്. പിന്നെ കിച്ചണിന് ചേർന്നിട്ടൊരു സ്റ്റോർ റൂമും അവർ സെറ്റ് ചെയ്ത് തന്നു. ഇതിപ്പോൾ പൂജയായതുകൊണ്ട് ബുക്കൊക്കെ പൂജിക്കാൻ വെച്ചതാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെയാണല്ലോ നമ്മൾ ഈ ബുക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ബാൽക്കണി ഞാൻ ഒരുവിധം എൻ്റെ വീഡിയോയിലൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ്. ചില സമയത്ത് ചെടികളൊക്കെ നന്നായിട്ട് തന്നെ വരും കേട്ടോ. നമ്മൾ നോക്കിയില്ലെങ്കിലും നന്നായിട്ട് വരും ചെടികൾ. ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്നൊരു സമയമാണ്. ഇത് ഞാൻ മണി പ്ലാന്റ് ഒരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ ഇങ്ങനെ പടർത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് ഇങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ പടർന്നു വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ സാധാരണ ചെടികളൊക്കെ തന്നെയാണ്. കൂടുതലും മണി പ്ലാന്റൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ ആ പൂക്കളൊന്നും ഉണ്ടാവില്ല. ആ ചെടിയേ ചീത്തയായി പോവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിപ്പം പൂക്കളൊക്കെയുള്ള ചെടികൾ വാങ്ങിക്കുന്നത് കുറവാണ്. ഇതുപോലുള്ള ഹാങ്ങിങ് ടൈപ്പൊക്കെയാണ് കൂടുതലും വാങ്ങിക്കുന്നത്. ഈ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന ഊഞ്ഞാലൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തേ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ 8 വർഷമാവാൻ പോവല്ലേ. ഇതിൻ്റെ കളറൊക്കെ പോയി. ഇനി ഒരു പ്രാവശ്യം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടുണ്ടാവും. ഈ 2 സൈഡിലൂടെയും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം കേട്ടോ. റോസ് പൂവൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ പിന്നെ പൂ വരുന്നേ ഇല്ല. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓപ്പൺ കിച്ചണാണ്. ഹാളിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ്. ഞാൻ മുന്നേ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കിച്ചണിൽ ചിമ്മിനി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പണി നടന്ന സമയത്ത് ടൈൽസൊക്കെ ഒട്ടിക്കുമ്പോൾ അവരത് മാറ്റി വെച്ചു. പിന്നെ അവരത് വീണ്ടും ഫിറ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ജനൽ തുറന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വെച്ചിട്ടില്ല ചിമ്മിനി. ഞങ്ങൾക്ക് കിച്ചണിൽ നിന്നൊരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത്.
പിന്നെ അവിടെയാണ് പാത്രങ്ങൾ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. പഴയതും പുതിയതൊക്കെ കഴുകിയിട്ട് അവിടെയാണ് വെക്കുന്നത്. പിന്നെ കുറേ പഴയതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നാട്ടിലൊക്കെ ആകുമ്പോൾ മുറ്റത്ത് കുറേ സ്ഥലം ഉണ്ടാവുമല്ലോ. നമുക്ക് ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ബാൽക്കണിയാണ് അങ്ങനത്തെ പഴയ സാധനങ്ങളും പൊട്ടിയതും അങ്ങനെയുള്ളതൊക്കെ ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റോർ റൂം. ചെറിയൊരു സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റാക്ക് പോലെ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും അരിയും നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഡബ്ബയിലിട്ടിട്ട് ഇതിനകത്ത് വെച്ചിരുന്നാൽ മതിയല്ലോ. പിന്നെ 2 റൂം ആ സൈഡിലാണുള്ളത്. ഒരു റൂമിന് ബാൽക്കണി ഉണ്ട്, ഒരു റൂമിന് ബാൽക്കണി ഇല്ല. പിന്നെ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഈ ചുമരിൻ്റെ മുകളിലാണ് ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെയാണ് ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു റൂമിലും ഞങ്ങൾ കിച്ചണിൽ പണി ചെയ്യിപ്പിച്ച സമയത്ത് മാറ്റ് ഫിനിഷ് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിൽ. ഈ റൂമിനും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നനവ് പോലെ വന്നിട്ട്. അപ്പോൾ ഈ റൂമിലും ഇത്രയും ഭാഗം പകുതിയായിട്ട് ടൈൽസ് ഒട്ടിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. ഇൻറ്റീരിയറൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തേ ചെയ്തതാണ്, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് കവർ ചെയ്തിട്ടില്ല കേട്ടോ. മുകളിലൊന്നും ഞാൻ ഇൻറ്റീരിയർ ചെയ്യിപ്പിച്ചിട്ടില്ല, ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത റൂമിലും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കബോർഡൊന്നും കൊടുത്തിട്ടില്ല. ഈ റൂമിന് ബാൽക്കണി ഉണ്ട്. ഇതൊരു ചെറിയ റൂമാണ്. ഇത്രയേ ഉള്ളൂ കബോർഡൊക്കെ. മുകളിലും റാക്ക് പോലെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവുമായിരുന്നു, പക്ഷെ ആ സമയത്ത് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇനിയും വേണമെങ്കിൽ നമുക്ക് മുകളിൽ റാക്ക് പോലെയൊക്കെ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തും നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ മുന്നേ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞങ്ങളിവിടെ തന്നെ ഈ ടൈൽസൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു. ഒരു മാസത്തോളം ഇവിടെ പണിക്കാറുണ്ടായിരുന്നു കേട്ടോ കിച്ചണിലൊക്കെ. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ചുമരൊക്കെ ഇവർ പൊളിച്ചെടുത്തിട്ടാണ് പിന്നെ ടൈൽസൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിമെൻറ്റും പൊടിയൊക്കെ ആയിട്ട് ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു റൂമിലുള്ള ബാൽക്കണിയാണിത്. ഇവിടെയാണ് ഞാൻ തുണിയൊക്കെ വിരിക്കാൻ ഈ ബാൽക്കണിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഇല്ലല്ലോ, കിച്ചൺ സൈഡിലൊന്നും നമുക്ക് തുണിയിടാൻ പറ്റില്ല. പിന്നെ ഹാളിലാണെങ്കിൽ ഞാൻ ചെടി വെച്ചിട്ട് അവിടെ പിന്നെ തുണി വന്നിടാനുള്ള സൗകര്യമില്ല. പിന്നെ ഈ ഒരു ബാൽക്കണിയേ ഉള്ളൂ. ഇവിടെയാണ് കംപ്ലീറ്റ് തുണി ഇടുന്നത്. ഈ കടകളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. ഒരു 6 മാസം കൊണ്ടാണ് ഇത്രയും കടകൾ ഇവിടെ വന്നത് ഈ റോഡിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.